വെറും 10 രൂപ കൊണ്ട് നിങ്ങളുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോന്നോളൂ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് എന്ന സ്ഥലത്തേക്ക്, സ്പോർട്ടീസ് പാർക്കിലേക്ക്. നിങ്ങളുടെ കുട്ടികളുമായിട്ട് പോന്നോളൂ ഈ വെക്കേഷൻ അടിപൊളിയാക്കാനായി. കുട്ടികൾക്ക് വെറും 10 രൂപ പാസ്സാണ് കേട്ടോ ഇവിടെ. മുതിർന്നവർക്ക് 20 രൂപയും. കുട്ടികൾക്ക് കളിക്കാനായിട്ട് പലതരത്തിലുള്ള പല വെറൈറ്റിയിലായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെയുണ്ട്. സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു പാർക്കുള്ളപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നേരെ നമ്മൾ വെച്ച് പിടിച്ചു ഇങ്ങോട്ടേക്ക് തന്നെ. 10 രൂപ പാസിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ മാത്രമാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. അത് മാത്രമല്ലാതെ മറ്റ് പല വെറൈറ്റീസും അവിടെ ഉണ്ട്. ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ് കേട്ടോ. ഞങ്ങളൊരു വൈകുന്നേരമായപ്പോഴാണ് പോയത്. ഏകദേശം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പോൾ കുറച്ചുകൂടി നല്ല തിരക്കായി വരുന്നുണ്ടായിരുന്നു. ഇത് കുട്ടിപ്പട്ടാളത്തിന് മാത്രമായിട്ടുള്ള സ്പോട്ടല്ല കേട്ടോ, വലിയവർക്കും ഇവിടെ വരാം. മാത്രമല്ല ഇത് കൂടാതെ ഇവിടെ ചെസ്സ്, ക്യാരംസ് തുടങ്ങിയ മറ്റ് പല ഗെയിംസും എല്ലാ തരത്തിലുള്ള ഗെയിംസും കളിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഓരോന്നിനും ഓരോരോ ടൈം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഓരോരോ ഗെയിമിനും അതിൻ്റേതായ പ്രത്യേകം ചാർജസ് ഉണ്ട്. ഇത് കുഞ്ഞു കുട്ടിപ്പട്ടാളത്തിന് 10 രൂപ പാസിൽ കയറാൻ പറ്റുന്ന സ്ഥലങ്ങളും അവിടുത്തെ റൈഡുകളും ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോയിൽ. റൈഡിൻ്റെ ഒരു വശങ്ങളിലായിട്ട് നല്ല മനോഹരങ്ങളായ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. മീൻ കുഞ്ഞുങ്ങൾ നല്ല പല വെറൈറ്റി നിറത്തിലുള്ള മീൻ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെയും വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. മറ്റ് കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ടോളൂ. നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന റൈഡുകളും കളിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുമാണോ എന്ന് നോക്കി നിങ്ങളും പോന്നോളൂ ഇങ്ങോട്ട്. വെക്കേഷനിൽ അടിച്ചു പൊളിക്കാൻ വേറെ എങ്ങും പോകണ്ട. തിരുവനന്തപുരം, കൊല്ലം ജില്ലക്കാർക്കൊക്കെ പെട്ടെന്ന് ഓടിപ്പാഞ്ഞെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അടുത്തിങ്ങനെ ഒരു പാർക്കുള്ളപ്പോൾ പിന്നെ മറ്റൊരു സ്ഥലം എന്തിനു നോക്കണം? സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്ബൂടെ ചെയ്തേക്കണേ. ഇത് കുറച്ചുകൂടി വലിയ മീനുകളാണ് കേട്ടോ. നല്ല വലിയ കളർഫുൾ മീനുകൾ നീന്തി കളിക്കുന്നു. നിങ്ങൾക്കിതിൽ ഏത് കളർ മീനിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കൂട്ടുകാരെ. ഈ ഒരു സ്പോട്ടിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ കൂട്ടുകാരെ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നൊന്ന് പോന്നോളൂ. ഫാമിലിയിലെ എല്ലാ കുട്ടികളെയും മുതിർന്നവരെയും കൂട്ടി അടുത്ത ട്രിപ്പ് എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ. കുട്ടികളുടെ കഴിവുകളും ചിന്തകളും എല്ലാം വികസിപ്പിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള റൈഡുകളും ഇവിടെയുണ്ട്. മാത്രമല്ല കൂടെ വരുന്ന പാരൻസിനൊക്കെ ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ട്. കുട്ടികളെല്ലാം കളിക്കുമ്പോൾ പാരൻസൊക്കെ അത് കണ്ട് ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും എല്ലാം തന്നെ ഈ ഒരു സ്ഥലത്ത് ഉണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇതിൽ ഏതിൽ കളിക്കുന്നതാണ് ഇഷ്ടമെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. 10 രൂപ പാസിൽ തന്നെ ഇതിൽ ഏതിൽ വേണമെങ്കിലും കയറാനും കളിക്കാനും ഉള്ള അവസരം കുട്ടികൾക്കുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ വരുമ്പോൾ തന്നെ കൺഫ്യൂഷൻ തന്നെയാണ് കേട്ടോ, ഇതിൽ ഏതിലൊക്കെ കയറും, ആദ്യം ഏതിൽ കയറും എന്നൊക്കെ. മക്കളൊക്കെ ഓരോരുത്തരും ഓരോരോ റൈഡുകളിൽ കയറി കുറച്ച് നേരം കളിക്കും. അത് കഴിയുമ്പോൾ അടുത്തതിലേക്ക് കയറും. അങ്ങനെ എല്ലാ റൈഡുകളിലും കയറിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ചാടി കളിക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ. അമ്പലങ്ങളിലും മേളകളിലും ഒക്കെ പോകുമ്പോൾ 50 രൂപ 60 രൂപ പാസ് എടുത്തൊക്കെയാണ് ഇങ്ങനെ ഒരു കുട്ടികൾക്ക് കളിക്കാനായിട്ട് അവസരം ലഭിക്കുക. ഇവിടെ ഒരു 10 രൂപ പാസിൽ തന്നെ എന്തെല്ലാം വെറൈറ്റീസാണ് കുട്ടികൾക്കായി കാത്തിരിക്കുന്നത്. ഊഞ്ഞാലൊക്കെ പലതരത്തിലുള്ള ഊഞ്ഞാലുകളും റൈഡുകളും ഒക്കെ ഇവിടെ ഉണ്ട്. മാത്രമല്ല ഓരോരോ റൈഡുകളുടെയും കുട്ടികൾ കളിക്കുന്നതിൻ്റെയും ഫോട്ടോസൊക്കെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചിട്ടുണ്ട്.
എത്രയെല്ലാം കുട്ടികൾ വന്നാലും അവർക്കെല്ലാം കളിക്കാനായിട്ട് ഉള്ള ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കുട്ടികളെ എങ്ങോട്ട് കൊണ്ടുവന്നാലും ഇനി വെക്കേഷന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് കുട്ടികൾ ഒരിക്കലും വാശി പിടിക്കില്ല. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഊഞ്ഞാലാടാൻ പറ്റുന്ന സേഫ്റ്റി ആയിട്ടുള്ള ഊഞ്ഞാലുകളും ഇവിടെയുണ്ട്. കുഞ്ഞു കുട്ടികൾ ആടുന്ന കാണാൻ വലിയ രസമാണല്ലേ. കളിക്കൊപ്പം കുറച്ച് പഠനം കൂടി ആയാലോ. ABCD അക്ഷരമാല ഫുള്ള് ഈ ഒരു റൗണ്ടിൽ അക്ഷരങ്ങളെല്ലാം അടയാളപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്നവർക്ക് പഠിക്കാം, നിരങ്ങി കളിക്കുന്നവർക്ക് നിരങ്ങി കളിക്കാം, അങ്ങനെയെല്ലാം പറ്റും. സത്യത്തിൽ കുട്ടികൾ കളിക്കുന്ന കണ്ടപ്പോൾ മുതിർന്നവരായ ഞങ്ങൾക്കും ഇതിലൊക്കെ ഒന്ന് കയറിയാൽ കൊള്ളാമെന്ന് തോന്നും. അത്രയ്ക്ക് നല്ല പാർക്കാണെന്ന് തന്നെ പറയാം. ഇവിടെ കൊണ്ട് കുട്ടികളെ ആക്കിയാൽ പിന്നെ അവർക്ക് അവരുടേതായ ഒരു ലോകം തന്നെ അവിടെ അവർ തയ്യാറാക്കും. അവരുടെ ഇഷ്ടാനുസരണം ഓരോന്നിലും കയറുകയും കളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കളോടൊപ്പം അനിയത്തിയുടെ മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ 4 പേരും ചേർന്നാൽ പിന്നെ പറയുകയും വേണ്ട. 4 പേരും ചേർന്ന് മതിമറന്ന് നടന്ന് കളിക്കുകയാണ്. ഓരോരുത്തർ അവരുടെ ഇഷ്ടാനുസരണം ഓരോരോ റൈഡുകളിൽ കയറുന്നുണ്ട്, ഒരുമിച്ച് പോകുന്നുണ്ട്. കുട്ടികളെല്ലാം ഡബിൾ ഹാപ്പി. ഞാൻ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ കുറച്ച് കുട്ടികൾ വന്ന് ചോദിക്കുകയുണ്ടായി, ഇതിപ്പോൾ യൂട്യൂബിലാണോ, ഇൻസ്റ്റഗ്രാമിലാണോ, ഫേസ്ബുക്കിലാണോ, ഏതിലാണ് ഇടുന്നതെന്ന്. അപ്പോൾ കുട്ടികൾ ഊഞ്ഞാലാടുന്നതും മറ്റും ഞാൻ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. അവർക്കും ഒരു സന്തോഷമായി കേട്ടോ. ചിതറയിൽ നിന്ന് വന്ന കുട്ടികളാണ് കേട്ടോ ഇവരൊക്കെ. എല്ലാവർക്കും ഈ ഒരു സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അടിച്ച് പൊളിച്ച് നന്നായിട്ട് കളിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാ കുട്ടികളും ഹാപ്പിയാണ്. അവിടെ നിന്ന് തൊട്ടപ്പുറത്തായിട്ട് കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ വാഹനങ്ങളുണ്ട്. ജീപ്പ്, കാറ്, സ്കൂട്ടർ അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു വണ്ടിക്ക് ഇതിന് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ 4 പേരുണ്ട്, 2 പേര് ചേർന്ന് 2 വണ്ടി എടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ 4 പേർ വണ്ടി ഓടിക്കുന്ന കണ്ടോ നിങ്ങൾ? വണ്ടി ഓടിച്ച് എങ്ങോട്ടൊക്കെയാണ് ചെന്ന് കയറുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ആരും തന്നെ ഇല്ലാതെ കിടക്കുകയാണ്. കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. നൈറ്റാണ് കൂടുതലായിട്ട് ആളുകൾ ഇവിടെ വരുന്നത്. ആ ഒരു സമയത്താകുമ്പോൾ ലൈറ്റും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഉണ്ടാവും. സ്ഥിരമായി കളിക്കാൻ വരുന്നവരൊക്കെ കാണും. കുട്ടികൾക്ക് ഡാൻസ് കളിക്കണമെങ്കിൽ അവിടെ ഒരു സ്റ്റേജുമുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല ശബ്ദത്തിൽ തന്നെ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓരോരോ പാട്ടനുസരിച്ച് വന്ന് ഡാൻസ് കളിക്കാവുന്നതാണ്. പാട്ട് കൂടി ഇട്ടാൽ കോപ്പിറൈറ്റ് വരുമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ പാട്ടിടാത്തത്. പാട്ടിനനുസരിച്ച് കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട് അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയും കൂടെ ഇങ്ങനെ മടിച്ച് വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട്. കുറച്ച് നേരം അവൾ നോക്കിയൊക്കെ നിന്ന ശേഷം അവളും കയറി സ്റ്റേജിലേക്ക്.
ഒരാൾ തുടക്കം കുറിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഡാൻസൊക്കെ കളിക്കാൻ. കുഞ്ഞു അവ ഊഞ്ഞാലാടുന്ന കണ്ടപ്പോൾ ഞാൻ പോയൊന്ന് വീഡിയോ എടുത്തു. അത് കണ്ടപ്പോൾ കുഞ്ഞു അവയ്ക്ക് നല്ല സന്തോഷമായി കേട്ടോ. അങ്ങനെ കളിച്ചൊക്കെ തളർന്ന് ഇനി ഒരു ഐസ്ക്രീം കുടിക്കാമെന്നായി. അത് പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഒരു ഐസ്ക്രീം കാണുമെന്ന്. ഐസ്ക്രീം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത് പോപ്കോണായി. അങ്ങനെ പിന്നെ ഒരു കുലുക്കി സർബത്ത് പ്രതീക്ഷിച്ച് നിന്നടുത്ത് ഒരു മൊജിറ്റയാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ മൊജിറ്റോയും എല്ലാവരും ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്തെ പാങ്ങോട് എന്ന സ്ഥലത്തെ ഈ ഒരു കിടിലൻ സ്പോട്ട് നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞു മക്കളെയും കൊണ്ട് പോന്നോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുമല്ലോ കൂട്ടുകാരെ. താങ്ക് യു ഫോർ വാച്ചിങ്.